കഴിഞ്ഞ ദിവസം വരുന്ന വഴിക്ക് യാത്രക്കാർക്കുള്ള നോമ്പുറ ബോക്സ് കിട്ടിയപ്പോഴേ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോമ്പൊക്കെ എടുത്ത് നോമ്പുറ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറക്കണമെന്ന്. പക്ഷെ മോള് പാൽ കുടിക്കുന്നതുകൊണ്ട് തന്നെ അത്രയും നേരം ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റൂല. എന്താണെങ്കിലും ഗ്യാസ് കാര്യം അതൊക്കെ പോട്ടെ, വെള്ളം കുടിക്കാതിരിക്കാൻ ഈ സമയത്ത് എനിക്ക് ഒട്ടും പറ്റൂല കേട്ടോ. അങ്ങനെ ഈ ടൈമിൽ നോമ്പ് എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും സച്ചിനേട്ടനും അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ. പിന്നെ ഞാനും മോളും കൂടെ അടുക്കളയിൽ കയറിയിട്ട് ഓരോ ഐറ്റംസ് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിട്ടോ. ഉണ്ടാക്കി കുറച്ച് ഐറ്റംസ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും നോമ്പ് തുറക്കാന്ന്. കാരണം രാവിലെ ചായം കുടിച്ചിട്ട് അടുക്കള കയറി എനിക്ക് മോളെ നോക്കിക്കൊണ്ട് ഓരോന്നോരോന്ന് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ അവരൊക്കെ വരുന്നത് ഒരു ഈവനിങ് ആണ്. അപ്പോഴത്തേക്ക് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചൊരു നോമ്പുതുറ സെറ്റപ്പിൽ തന്നെ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിക്കാമെന്ന്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ആദ്യം കഴിക്കായിരുന്നു കേട്ടോ. സത്യത്തിൽ ഏട്ടനൊക്കെ വരുമ്പോഴത്തേക്കാണ് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അവർ വരുമ്പോഴത്തേക്ക് എനിക്ക് ഡൈനിങ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല, മൊത്തത്തിൽ കൊളായിട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് നീ തന്നെ ഫസ്റ്റ് ഇരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ചിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാക്കേണ്ട ഐറ്റംസ് ഒന്നും ഈ മേശപ്പുറത്ത് ഇല്ലല്ലോ എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ മോളെ നോക്കിക്കൊണ്ട് ഉച്ചക്കേത്തേക്കുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമായിട്ടോ ഞാൻ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത്. എന്താണെങ്കിലും എൻ്റെ ലൈഫിൽ എല്ലാ ഐറ്റംസും ഒരുപോലെ വിജയിച്ചിട്ടുള്ള ഒരു ടൈം വേറെ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ റംദാൻ നാളിൽ മനസ്സറിഞ്ഞൊരു കാര്യം ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയും